നമസ്കാരം. ഇന്ന് നവംബർ 29 ശനിയാഴ്ച, വൃശ്ചികം 13. എല്ലാ പ്രേക്ഷകരും 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം 100 വാർത്തകൾ. ആദ്യം പ്രധാന വാർത്തകൾ. ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. രാഹുൽ കേരളം വിട്ടതായി സൂചന. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗം, നിർബന്ധിച്ച് ഗർഭചിത്രം അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ N വാസുവിന്റെയും KS ബൈജുവിന്റെയും ജാമ്യാപേക്ഷയിൽ കോടതി ഉടൻ വിധി പറയും. തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്നും ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ ഫയൽ ദേവസ്വം ബോർഡിന്റെ പരിഗണനയ്ക്ക് അയക്കുക മാത്രമാണ് ചെയ്തത് എന്നും മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവിന്റെ വാദം. സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മഹസറിൽ ഒപ്പിടുക മാത്രമാണ് താൻ ചെയ്തതെന്നും ഇതിന് പിന്നിലെ കൊള്ള താൻ അറിഞ്ഞില്ല എന്നും KS ബൈജു. മുനമ്പത്ത് ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾക്കായി ഭൂസംരക്ഷണ സമിതി നടത്തുന്ന സമരം അവസാനിപ്പിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകും. മന്ത്രി P രാജീവ് നാളെ സമരപന്തലിലെത്തും. മുനമ്പത്തുകാരിൽ നിന്ന് നികുതി താൽക്കാലികമായി സ്വീകരിക്കണമെന്ന സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 24 ഇംപാക്ട് ടെലിവിഷൻ റേറ്റിംഗ് അട്ടിമറിക്കാൻ ഇടപെടൽ നടന്നുവെന്ന 24 വാർത്തയിൽ ഇടപെട്ട ബാർക്ക് ഇന്ത്യ. ഫോറൻസിക് ഓഡിറ്റിംഗിന് ഉത്തരവിട്ട് വാർത്താക്കുറിപ്പിറക്കി. അന്വേഷണം പൂർത്തിയാകും വരെ ഊഹാപോഹങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം. ബാർക്ക് ഇന്ത്യയുടെ നടപടി റേറ്റിംഗ് ക്രമക്കേട് നടത്താൻ ജീവനക്കാരൻ കൃത്രിമം കാണിച്ചുവെന്ന 24ന്റെ വെളിപ്പെടുത്തലിൽ. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ആരംഭിച്ച വാർഷിക സുരക്ഷാ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ആഭ്യന്തര സഹമന്ത്രിമാർ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ DGPമാർ, കേന്ദ്ര പോലീസ് സേനാ തലവന്മാർ എന്നിവർ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡലുകളും പ്രധാനമന്ത്രി സമ്മാനിക്കും. യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്ന ഒതായി മനാഫിനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്ന്. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഒന്നാം പ്രതി മാലങ്ങാടൻ ഷഫീഖ് കുറ്റക്കാരനെന്ന് ഇന്നലെ കോടതി കണ്ടെത്തിയിരുന്നു. കേസിൽ 3 പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു. 1995 ഏപ്രിൽ 13 ഒതായി അങ്ങാടിയിൽ നാട്ടുകാർ നോക്കി നിൽക്കെ പട്ടാപ്പകലാണ് മനാഫിനെ കൊലപ്പെടുത്തിയത്. മുൻ MLA PV അൻവർ ഉൾപ്പെടെ 26 പേരാണ് കേസിൽ പ്രതികൾ. ശ്രീലങ്കയിൽ നാശം വിതച്ച ഡിറ്റ്മ ചുഴലിക്കാറ്റ് 56 പേർ മരിച്ചു. 23 പേരെ കണ്ടെത്താനായില്ല. ഡിറ്റ്മ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയ്ക്ക് എല്ലാവിധ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡിറ്റ്മ ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, റായൽസീമ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. തമിഴ്നാട്ടിലെ 4 ജില്ലകളിലും പുതുച്ചേരിയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിലെ മുഴുവൻ സ്കൂളുകൾക്കും പുതുച്ചേരി, കാരയ്ക്കൽ മേഖലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. അണ്ണാമലൈ സർവകലാശാല ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കർണാടക കോൺഗ്രസിലുണ്ടായ തർക്കം പരിഹരിക്കാൻ ഇന്ന് ചർച്ച. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി കൂടിക്കാഴ്ച നടത്തും. രാവിലെ 9 മണിക്ക് മുഖ്യമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശ്രീലങ്കൻ തീരത്തിന് സമീപമുള്ള ഡിറ്റ്മ ചുഴലിക്കാറ്റ് ആന്ധ്രക്കര തൊട്ടാലും കേരളത്തെ കാര്യമായി ബാധിക്കില്ല എന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. നാളെ വരെ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. നോക്കാം ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. മലപ്പുറം തിരൂരങ്ങാടി കൊളപ്പുറത്ത് KSRTC ബസ് ലോറിയിലിടിച്ച അപകടം. നിരവധി യാത്രക്കാർക്ക് പരുക്ക്. ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് യാത്രക്കാർ. കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ മരം മുറിയന്ത്രം കഴുത്തിൽ പതിച്ച് മരം വെട്ടുകാരന് ദാരുണാന്ത്യം. ചെറുവണ്ണൂർ കരുവൻചാലിൽ ചോയിയാണ് മരിച്ചത്. ജോലിക്കിടെ കട്ടർ അബദ്ധത്തിൽ കഴുത്തിൽ കൊണ്ടാണ് അപകടം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഹരിത പെരുമാറ്റച്ചട്ടം ഉറപ്പുവരുത്തുന്നതിനായി നിയോഗിച്ച ജില്ലാ സ്പെഷ്യൽ സ്ക്വാഡ് പ്രിന്റിംഗ് പ്രസ്സുകളിൽ മിന്നൽ പരിശോധന തുടരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ 7 സ്ഥാപനങ്ങളിൽ നിന്ന് പ്രിന്റിംഗിനായി എത്തിച്ച 220 മീറ്റർ നിരോധിത വസ്തുക്കൾ പിടിച്ചെടുത്ത് നോട്ടീസ് നൽകി.
തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടി അവധി അനുവദിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ്. സ്വന്തം ജില്ലയ്ക്ക് പുറത്ത് ജോലിയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക അനുമതി നൽകണമെന്നും ഉത്തരവിൽ പറയും. കോഴിക്കോട് വൻ തീപിടുത്തം. വടകര ബ്ലോക്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. സാമ്പത്തിക തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ വീട്ടിലെത്തിയ പോലീസിനെ ഫോണിൽ വിളിച്ച് വിരട്ടി യുവാവ്. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞായിരുന്നു ഭീഷണി. സംഭവത്തിൽ മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി സനൂപ് പിടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്യാമള എസ് പ്രഭുവിനെതിരെ നടപടിയുമായി BJP പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അന്തരിച്ച ആദ്യകാല കോൺഗ്രസ് പ്രവർത്തക കല്ലറ സരസമ്മയുടെ സംസ്കാരം ഇന്ന് രാവിലെ തിരുവനന്തപുരം കവടിയാറിലെ മകളുടെ വസതിയായ ഉദയ പാലസിൽ പൊതുദർശനം നടക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് കല്ലറയിലെ വസതിയിലായിരിക്കും സംസ്കാരം. നടിമാരായ അംബിക, രാധ എന്നിവരുടെ മാതാവാണ് കല്ലറ സരസമ്മ. തൃശൂർ സഹൃദയവേദിയുടെ 2025 നോബൽ പുരസ്കാരം അരിമ്പൂർ സ്വദേശി ഡോക്ടർ P. സജീവ് കുമാറിന്. മറുകടയാളം എന്ന നോവലിനാണ് പുരസ്കാരം. പൊതുമേഖലാ സ്ഥാപനമായ LICയുടെ തൃശൂർ ഈസ്റ്റ് ഫോർട്ടിലുള്ള സാറ്റലൈറ്റ് ഓഫീസിന്റെ 13ാം വാർഷികാഘോഷം നടന്നു. ചീഫ് മാനേജർ NT മനോജ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് മാനേജർ പ്രീത ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു. SIR പ്രചാരണാർത്ഥം ഡിസംബർ 1-ന് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന മെഗാ കൈറ്റ് ഫെസ്റ്റിന് മുന്നോടിയായി കോളേജ് വിദ്യാർത്ഥികൾക്കായി സരോവരം ബയോ പാർക്കിൽ പട്ടം നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. ACV ന്യൂസിന്റെ ആദ്യകാല പ്രൊഡ്യൂസറും മുതിർന്ന മാധ്യമ പ്രവർത്തകയുമായിരുന്ന ശ്രീ മനോജിന്റെ പേരിൽ ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം വിനോദ് കോവൂരിന്. ശില്പവും പ്രശസ്തിപത്രവും അടങ്ങിയ അവാർഡ് ശ്രീ മനോജ് അനുസ്മരണ ചടങ്ങിൽ വിതരണം ചെയ്യും. ഡിസംബർ 6-ന് KP കേശവമേനോൻ ഹാളിൽ വെച്ചാണ് ചടങ്ങ്. സുന്നഹദോസിന്റെ 1700-ാം വാർഷിക ദിനത്തിൽ മലയാളത്തിനും അഭിമാന നിമിഷം. തുർക്കിയിലെ നിഖ്യായിൽ നടന്ന ചടങ്ങിൽ മലയാളത്തിൽ പ്രാർത്ഥന ആരംഭിച്ച് മലങ്കര സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. കുസ്തന്തീനോസ് പാത്രിയാർക്കീസിന്റെ ക്ഷണപ്രകാരമുള്ള പ്രത്യേക പ്രതിനിധികളാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന്റെ പുതിയ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി ജീവൻ നാലുമാക്കൽ, ജനറൽ സെക്രട്ടറിയായി ശിലേഷ് C. ശിവറാം, ട്രഷററായി P. സേതുരാജ് എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംസ്ഥാന കലോത്സവത്തിന് കോഴിക്കോട് തുടക്കം. മീൻചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മുഖ്യവേദിയായ MT നഗറിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത ഗാനരചയിതാവ് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. നോക്കാമിലെ പ്രധാന അറിയിപ്പുകൾ. കണ്ണൂർ തലശ്ശേരി കുയ്യാലി പാലത്തിന്റെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് ഡിസംബർ 1 മുതൽ 30 വരെ ഗതാഗത നിരോധനം. ചെറിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ സംഗമം വഴി പോകണമെന്ന് അധികൃതർ. കണ്ണൂർ പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവോളജി ജൂനിയർ അധ്യാപക തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. അവസാന തീയതി അടുത്ത മാസം 1. പക്ഷികളെ കാണാൻ താൽപര്യമുള്ളവർക്കായി നാളെ കോട്ടയം ജില്ലയിൽ ബേർഡ് റേസ് സംഘടിപ്പിക്കുന്നു. നേച്ചർ സൊസൈറ്റിയുടെയും ബേർഡിംഗ് കളക്ടീവിന്റെയും നേതൃത്വത്തിൽ ജില്ലയുടെ 10 ഇടങ്ങളിലാണ് സർവേ. പക്ഷി നിരീക്ഷണത്തിൽ താൽപര്യമുള്ളവർക്ക് ജവഹർ ബാലഭവനിൽ പരിശീലന പരിപാടിയും നടത്തും. തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗം ഡ്രോയിംഗ് ടീച്ചർ അധ്യാപക ഒഴിവ്. അഭിമുഖം ഡിസംബർ 1-ന് രാവിലെ 10 മണിക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കൊല്ലം ജില്ലയിൽ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളും ഹോർഡിങ്ങുകളും നീക്കം ചെയ്യണമെന്ന് കളക്ടർ N. ദേവിദാസ്. 14 പരാതികളിൽ അടിയന്തര നടപടിക്ക് നിർദ്ദേശിച്ചെന്നും കളക്ടർ. കോഴിക്കോട് വിവിധയിടങ്ങളിൽ നിന്ന് വൈദ്യുതി മുടക്കും നിയന്ത്രണം. ഓമശ്ശേരി, ചക്കിക്കാവ്, താമരക്കുളം, വെളിമണ്ണ എന്നിവിടങ്ങളിൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. പത്തനംതിട്ട കുറിയന്നൂർ മാർത്തോമ ഹൈസ്കൂളിൽ മലയാളം വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം. അഭിമുഖം ഡിസംബർ 1-ന് രാവിലെ 11.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ലൂക്ക സയൻസ് പോർട്ടലും ചേർന്ന് സംഘടിപ്പിക്കുന്ന ക്വാണ്ടം സെഞ്ചുറി സയൻസ് എക്സിബിഷന് മുന്നോടിയായി ആലപ്പുഴ ജില്ലയിലെ കോളേജ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. ക്വാണ്ടം ഫിസിക്സ് എന്നതാണ് വിഷയം. പരമാവധി ദൈർഘ്യം 90 സെക്കൻഡ്. ഡിസംബർ 11 മുതൽ 15 വരെ ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിലാണ് എക്സിബിഷൻ. ഡിസംബർ 26, 27, 28 തീയതികളിൽ നടക്കുന്ന സംസ്ഥാനതല മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് ഗെയിംസിൽ എറണാകുളം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ടീമിന്റെ സെലക്ഷൻ ട്രയൽസ് 30-ന് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. എറണാകുളം ജില്ലാ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് അസോസിയേഷനാണ് സെലക്ഷൻ ട്രയൽ നടത്തുന്നത്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ നടത്തുന്ന കൌൺസിലിംഗ് സൈക്കോളജി കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. +2 ആണ് മിനിമം യോഗ്യത. പാലക്കാട് ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷാ കേന്ദ്രമായി തിരഞ്ഞെടുത്ത +1 ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഓറിയന്റേഷൻ ക്ലാസ് ഇന്ന് രാവിലെ 9:30-നാണ് പരിപാടി. വിദ്യാർത്ഥികൾ മെമോ കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്നിവ സഹിതം എത്തണം. ദേശീയ വാർത്തകൾ. ഡൽഹിയിലെ വായുമലിനീകരണത്തിൽ ഡൽഹി സർക്കാരിന് ഒന്നും ചെയ്യാനാകുന്നില്ല എന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യതലസ്ഥാനത്ത് തുടരുന്ന ആരോഗ്യ അടിയന്തരാവസ്ഥയിൽ പ്രധാനമന്ത്രിക്ക് മൌനമെന്നും വിമർശനം. ഓടുന്ന ട്രെയിനിൽ ടിക്കറ്റിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിന് പിന്നാലെ ടിടിഇ പുറത്തേക്ക് തള്ളിയിട്ട യുവതിക്ക് ദാരുണാന്ത്യം. ഉത്തർപ്രദേശിലെ ഇടാവയിലാണ് സംഭവം. നാവികസേന ഉദ്യോഗസ്ഥനായ അജയ് സിംഗിന്റെ ഭാര്യ ആരതി യാദവാണ് മരിച്ചത്. പ്രതി ടിടിഇ സന്തോഷ് കുമാറിനെതിരെ കേസ്. കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായി സി പ്രകാശ് ജയ്സ്വാൾ അന്തരിച്ചു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കാൺപൂരിൽ. UPA സർക്കാരിൽ ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു. 2 വർഷക്കാലം ഉത്തർപ്രദേശ് PCC അധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ രൂക്ഷമായി വിമർശിച്ച അണ്ണാ-DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി. MK സ്റ്റാലിൻ കർഷകരെ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് EPS. പശ്ചിമ ബംഗാളിൽ SIR നടപടിക്രമങ്ങൾക്കിടെ BLOമാരെ ഭീഷണിപ്പെടുത്തിയ നടപടി നേരിടേണ്ടി വരുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സമ്മർദ്ദമില്ലാതെ പ്രവർത്തിക്കാൻ BLOമാരെ അനുവദിക്കണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIRനെതിരായ തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്നും വിശദീകരണം. തമിഴ്നാട് ധർമ്മപുരിയിൽ തെരുവുനായ ആക്രമണത്തിൽ 3 പശുക്കൾ ചത്തു. പശുക്കൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് കർഷകർ. ചണ്ഡീഗഡിലെ നേഹ അഹ്ലാവത് കൊലപാതക കേസിൽ ടാക്സി ഡ്രൈവർ മോനു കുമാർ കുറ്റക്കാരനാണെന്ന് കോടതി. ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കും. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ AI ഡീപ് ഫേക്ക് വീഡിയോ നിർമ്മിച്ച കേസിൽ 3 കോൺഗ്രസ് നേതാക്കൾ അറസ്റ്റിൽ. അസം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വക്താവ് ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. ചെന്നൈയിൽ ശുചീകരണ തൊഴിലാളികൾ നടത്തിവരുന്ന പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് തമിഴക വെട്രി കഴകം. ജനറൽ സെക്രട്ടറി N ആനന്ദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ശുചീകരണ തൊഴിലാളി പ്രതിനിധികളെ കണ്ടാണ് പിന്തുണ അറിയിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരം 10 ദിവസം പിന്നിട്ടു. TVKയിൽ ചേർന്ന AIADMK മുതിർന്ന നേതാവ് KA സെങ്കോട്ടയ്യൻ BJP സ്ലീപ്പർ സെല്ലിലെന്ന് മന്ത്രി S രഘുപതി. കൃത്യമായ ഉദ്ദേശത്തോടെയാണ് സെങ്കോട്ടയ്യൻ TVKയിൽ എത്തിയിരിക്കുന്നതെന്നും രഘുപതി. TVK ചീഫ് കോർഡിനേറ്റർ KA സെങ്കോട്ടയ്യന്റെ ആരോപണങ്ങൾക്ക് മറുപടിയില്ല എന്ന് AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി. AIADMKയിൽ ഇല്ലാത്ത ഒരാളുടെ അഭിപ്രായം മറുപടി അർഹിക്കുന്നില്ല എന്നും എടപ്പാടി പളനിസ്വാമി. ജാർഖണ്ഡിൽ ബ്ലഡ് ബാങ്കിൽ നിന്നും രക്തം സ്വീകരിച്ച കുട്ടികൾക്ക് HIV രോഗബാധ. രക്തം നൽകിയ ദാതാക്കളിൽ 3 പേർ HIV രോഗബാധിതരായിരുന്നുവെന്ന് കണ്ടെത്തൽ. സംഭവം നടന്ന സർക്കാർ ആശുപത്രിക്കെതിരെ പരാതിയുമായി കുട്ടികളുടെ കുടുംബം. തമിഴ്നാട് വനം വകുപ്പ് പിടികൂടി കാട്ടിൽ വിട്ട് ചെരിഞ്ഞ റോളക്സ് എന്ന ആനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ആന ചെരിഞ്ഞത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. തമിഴ്നാട് കാഞ്ചീപുരത്ത് മണൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. തിരുമുക്കുടൽ സ്വദേശി S ശക്തിവേലാണ് മരിച്ചത്. ലോറി ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് മന്ത്രി KR പെരിയകറുപ്പന് ആശ്വാസം. മന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ തെളിവില്ല എന്ന് കോടതി.
കോയമ്പത്തൂരിൽ കോളേജ് വിദ്യാർത്ഥിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കോയമ്പത്തൂർ കോടതി ഒരു ദിവസത്തേക്കാണ് 3 പ്രതികളെയും കസ്റ്റഡിയിൽ വിട്ടത്. മുംബൈയിലെ വസായി ഫൈൻ ആർട്സ് സൊസൈറ്റി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. യാത്രാ വിനോദസഞ്ചാരത്തിനുള്ള കരുണ പുരസ്കാരം അഗ്വ ട്രാവൽസ് ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ നാസറിനും യുവസംരംഭക പുരസ്കാരം സീക്വൻസ് കമ്മ്യൂണിക്കേഷൻ സ്ഥാപകൻ രാജീവ് രാജനും സമ്മാനിക്കും. കലാരംഗത്ത് ആജീവനാന്ത നേട്ടത്തിനുള്ള പുരസ്കാരം വാദ്യകലാകാരന്മാരായ കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, കോട്ടയ്ക്കൽ രവി, ചെറുശ്ശേരി കുട്ടന്മാരാർ എന്നിവർ അർഹരായി. തുറമുഖങ്ങളിൽ ഇൻഡിജിനസ് വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം വികസിപ്പിച്ച് മദ്രാസ് IIT സുഗമമായ ചരക്ക് സാധ്യമാക്കുന്നതിനാണ് പദ്ധതി. രാജ്യാന്തര വാർത്തകൾ. നാഷണൽ ഗാർഡ് സേനാംഗങ്ങൾക്ക് നേരെ അഫ്ഗാൻ പൌരൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് 3ാം ലോകരാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം ഭാഗികമായി നിർത്തിവെക്കുന്നുവെന്ന് US പ്രസിഡന്റ്. ബൈഡൻ ഭരണകൂടം അനുവദിച്ച ദശലക്ഷക്കണക്കിന് ഇമിഗ്രേഷൻ അനുമതികൾ പുനഃപരിശോധിക്കുമെന്നും US പ്രസിഡന്റ്. കുവൈറ്റിൽ വിമാനയാത്രാ തട്ടിപ്പുകൾക്കെതിരെ നടപടിയുമായി വ്യോമയാന മന്ത്രാലയം. നടപടി ടിക്കറ്റ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തുടരുന്ന പശ്ചാത്തലത്തിൽ അധികൃതർക്ക് ഇതുവരെ ലഭിച്ചത് 3000-ലേറെ പരാതികൾ. സൗദി തലസ്ഥാനമായ റിയാദ് മെട്രോയ്ക്ക് ഗിന്നസ് റെക്കോർഡ്. ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവർ ഇല്ലാത്ത ട്രെയിൻ എന്ന നിലയിലാണ് നേട്ടം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മെട്രോയിലൂടെ സഞ്ചരിച്ചത് 15 കോടി യാത്രക്കാർ. UAE ദേശീയ ദിന അവധിയോട് അനുബന്ധിച്ച് ദുബായിലെ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് 3 ദിവസം സൗജന്യ പൊതു പാർക്കിംഗ് പ്രഖ്യാപിച്ച് ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലാണ് സൗജന്യ പാർക്കിംഗ്. 15ാമത് പരമ്പരാഗത പായ്ക്കപ്പൽ മേളയ്ക്ക് ദോഹയിലെ കത്താറയിൽ തുടക്കമായി. കത്താറയുടെ തെക്കൻ ഭാഗമായ ഫിരീജ് കത്താറയിലാണ് ഡിസംബർ 18 വരെ നീണ്ടു നിൽക്കുന്ന മേള നടക്കുക. UAEയുടെ 54ാമത് ഈദ് അൽ ഇത്തിഹാദ് ആഘോഷങ്ങളോടനുബന്ധിച്ച് ജയിലുകളിൽ ശിക്ഷ അനുഭവിക്കുന്ന 2937 തടവുകാരെ മോചിപ്പിക്കാൻ UAE പ്രസിഡന്റ് ഉത്തരവിട്ടു. തടവുകാർക്ക് ശിക്ഷയുടെ ഭാഗമായി ചുമത്തിയ സാമ്പത്തിക പിഴകളിലും ഇളവ്. UK-യിലെ പുതിയ ഇമിഗ്രേഷൻ നിയമത്തിൽ ഇന്ത്യൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രവാസി ലീഗൽ സെൽ. UK-യിൽ പുതിയ ഇമിഗ്രേഷൻ നടപടികൾ ആയിരക്കണക്കിന് ഇന്ത്യൻ കുടിയേറ്റക്കാരെ സാരമായി ബാധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. കരുത്തു തെളിയിച്ച ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ കൈവരിച്ചത് 8.2% വളർച്ച. രണ്ടാം പാദ GDP വളർച്ച 8.2% ഗുണകരമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. വിപണികൾ അനുകൂലമായി പ്രതികരിക്കുമെന്ന് പ്രതീക്ഷ. മികച്ച വളർച്ച പലിശ കുറയ്ക്കാൻ RBI പ്രേരിപ്പിക്കുമെന്നും ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ. ദക്ഷിണേന്ത്യയിലെ ഗൂഗിൾ AI ഡേറ്റ ഹബ്ബിൽ $5 ബില്യൺ നിക്ഷേപം നടത്താൻ അദാനി ഗ്രൂപ്പ് ആൽഫബറ്റുമായി പങ്കാളിത്തം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മാസം. ചട്ടലംഘനത്തിന് HDFC ബാങ്കിന് പിഴ ചുമത്തി RBI. HDFC ബാങ്ക് 91 ലക്ഷം രൂപ പിഴയൊടുക്കണം. നടപടി KYC, പലിശ നിരക്ക്, ഔട്ട്സോഴ്സിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന്. വിദേശ വിദ്യാർത്ഥികൾക്ക് കാനഡയിൽ മുഴുവൻ സമയ ജോലികൾ ചെയ്യാം. ക്യാമ്പസുകളിലും ജോലികൾക്കും രാജ്യാന്തര ക്ലയന്റുകൾക്കുള്ള ഫ്രീലാൻസ് ജോലികളിലും 24 മണിക്കൂർ പരിധി ബാധകമാകില്ല. തീരുമാനം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് ആശ്വാസം. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ ഇടിവ് രേഖപ്പെടുത്തിയത് $4,472 ബില്യൺ കുറവ്. നവംബർ 21 അവസാനിച്ച ആഴ്ചയിൽ വിദേശ നാണ്യ കരുതൽ ശേഖരം $688.10 ബില്യൺ എത്തി. കായിക വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് വമ്പൻ പോരാട്ടം. മാഞ്ചസ്റ്റർ സിറ്റി ലീഡ്സിനെയും സണ്ടർലാൻഡ് ബേൺമൌത്തിനെയും നേരിടും. മത്സരം രാത്രി 8:30. സ്പാനിഷ് ലീഗിൽ 1ാം സ്ഥാനം തിരിച്ചുപിടിക്കാൻ ബാഴ്സലോണ ഡെപ്പോർട്ടിവോ അലാവസിനെതിരായ മത്സരം രാത്രി 8:45. ജർമ്മൻ ലീഗിൽ വിജയക്കുതിപ്പ് തുടരാൻ ബയേൺ മ്യൂണിക് സെന്റ് പോളിക്കെതിരായ പോരാട്ടം രാത്രി 8 മണിക്ക്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസിക്ക് ആശ്വാസം. ആഴ്സണലിനെതിരായ പോരാട്ടത്തിൽ സൂപ്പർ താരം കോൾ പാൾമർ തിരിച്ചെത്തും. സ്പാനിഷ് താരം സെർജിയോ റാമോസ് മെക്സിക്കൻ ക്ലബ് മൊണ്ടെറെ വിടുന്നു. അടുത്ത വർഷം പുതിയ ക്ലബിൽ ചേരും. റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറാനുള്ള ലിവർപൂൾ താരം ഇബ്രാഹിം കൊനാറ്റയുടെ നീക്കത്തിന് തിരിച്ചടി. കൊനാറ്റയുമായുള്ള ഡീലിന് വിസമ്മതിച്ചു റയൽ.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കം. ആദ്യ മത്സരം നാളെ ഉച്ചയ്ക്ക് 1:30 റാഞ്ചി. അണ്ടർ 19 ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യ ടീമിനെ പ്രഖ്യാപിച്ചു. ചെന്നൈ സൂപ്പർ കിങ്സ് താരം ആയുഷ് മാത്ര ടീമിനെ നയിക്കും. സാംസ്കാരിക സിനിമാ വാർത്തകൾ. ഗോവയിൽ നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അക്ഷയ് കുമാർ നായകനായ കേസരി ചാപ്റ്റർ 2 സംവിധായകൻ കരൺ സിംഗ് ത്യാഗി ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ മികച്ച നവാഗത സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബന്ദിഷ് ബാൻഡിറ്റ്സൺ ആണ് മികച്ച വെബ് സീരീസ്. ദുൽഖർ സൽമാൻ നായകനാകുന്ന ഐ ആം ഗെയിം ഫസ്റ്റ് ലുക്ക് പുറത്ത്. നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം വേഫറർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ, ജോം വർഗീസ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. ശ്രീനാഥ് ഭാസി നായകനാകുന്ന പൊങ്കാല സിനിമയ്ക്ക് സെൻസർ ബോർഡിന്റെ കട്ട്. ചിത്രത്തിലെ 8 സീനുകൾ നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശം. നാളെ റിലീസ് ചെയ്യാനിരുന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി മാറ്റിവെച്ചു. നസ്ലിൻ, സംഗീത് പ്രതാപ്, ഷറഫുദ്ദീൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന മോളിവുഡ് ടൈംസിന്റെ ചിത്രീകരണം പൂർത്തിയായി. ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രത്തിലെ തിരക്കഥ രചിച്ചിരിക്കുന്നത് രാമു സിംഗ്. സാബു കക്കട്ടിൽ സംവിധാനം ചെയ്യുന്ന പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് കോഴിക്കോട് വെച്ച് നടന്നു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാഷ് പ്രകാശനം നിർവഹിച്ചു. ബാബു വാസുദേവ് അധ്യക്ഷനായ ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ, ജയചന്ദ്രൻ മുകേരി, കോട്ടയ്ക്കൽ കുഞ്ഞു മൊയ്തീൻകുട്ടി, കോഴിക്കോട് വിനോദ്, രഞ്ജിത്ത് സർക്കാർ എന്നിവരെ ആദരിച്ചു. മരണാനന്തര ബഹുമതിയായി നടൻ മാമുക്കോയയ്ക്കുള്ള ആദരവ് മക്കളായ നിസാർ മാമുക്കോയ, റഷീദ് മാമുക്കോയ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. പ്രകാശം പരത്തുന്ന പെൺകുട്ടിയുടെ ചിത്രീകരണം ഡിസംബർ 1 കോഴിക്കോട് തുടങ്ങും. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ SIR നടപടികൾ പുരോഗമിക്കുന്നതിനിടെ പശ്ചിമബംഗാളിൽ നിന്ന് അതിർത്തി കടന്നു പോകുന്ന ബംഗ്ലാദേശികളുടെ ദൃശ്യം എന്ന തലക്കെട്ടോടെ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പശ്ചിമബംഗാൾ ഗ്രാമമായ പൂങ്കോട്ലയിലെ ശ്യാം പൂജ ആഘോഷയാത്രയുമായി ബന്ധപ്പെട്ട വീഡിയോയാണ് വ്യാജ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. പുള്ളിപ്പുലി ഭീഷണിയെ തുടർന്ന് പുനെയിൽ റിസർവ് ഭൂമിയുടെ സർവേ നിർത്തിവച്ചത് സുപ്രീം കോടതി നിർദ്ദേശിച്ച സർവേ. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പുറപ്പെടുവിച്ച 92% എക്സിക്യൂട്ടീവ് ഉത്തരവുകളും റദ്ദാക്കുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വായിച്ചു നോക്കാതെ ഓട്ടോ പെൻ സംവിധാനം ഉപയോഗിച്ചാണ് ബൈഡൻ ഉത്തരവുകളിൽ ഒപ്പിട്ടത് എന്ന് ട്രംപ്. വിമാന നിർമ്മാണ കമ്പനിയായ എയർബസിന്റെ 6000 വിമാനങ്ങളിൽ അടിയന്തര മാറ്റങ്ങൾ ആവശ്യമായതിനെ തുടർന്ന് ലോകത്തെങ്ങും വിമാന സർവീസുകൾ തടസ്സപ്പെട്ടേക്കുമെന്ന എയർബസ് കമ്പനി. സൂര്യനിൽ നിന്നുള്ള വികിരണങ്ങൾ വിമാന നിയന്ത്രണ ഡേറ്റ നശിപ്പിക്കുമെന്ന കണ്ടെത്തലുകളെ തുടർന്നാണ് അടിയന്തര നീക്കം. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്ന് ചേരും. രാവിലെ 11:30 മാസ്കറ്റ് ഹോട്ടലിലാണ് യോഗം. നോർത്ത് വെസ്റ്റേൺ സർവകലാശാലയുമായി ധനസഹായം പുനഃസ്ഥാപിക്കുന്നതിനുള്ള കരാറിലെത്തി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. ഗവേഷണ ഫണ്ടുകളിൽ കോടിക്കണക്കിന് ഡോളർ സംഭരിക്കുകയും തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യും. ശ്രീലങ്കയിലെ പ്രളയത്തിൽ മരണം 100 കടന്നു. ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചു. ഇപ്പോൾ കിട്ടിയത്. യുക്രൈനിൽ ആക്രമണം തുടർന്ന് റഷ്യ 4 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് എല്ലാ അഭയ വിസകളും നിർത്തി US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ്. വിസ നൽകുക പരിശോധിച്ച ശേഷം മാത്രമെന്ന് അറിയിച്ചു. ന്യൂസ് പൂർണ്ണമാകുന്നു.